ഓക്കെ ഇനി ആസിഫ് എണീക്കുന്ന സമയത്ത് എൻ്റെ പേര് തങ്കപ്പൻ എന്നൊക്കെയാണ്. ആസിഫ് ഈ എണീക്കുന്ന സമയത്ത് എൻ്റെ പേര് 1 2 3 എന്ന് പറഞ്ഞ് എണീക്കുന്ന സമയത്ത് എൻ്റെ പേര് തങ്കപ്പൻ എന്നേക്കാണ്. ആര് ചോദിച്ചാൽ ഈ തങ്കപ്പൻ എന്നേ പറയുള്ളൂ കേട്ടോ. ഓക്കെ, ആര് ചോദിച്ചാൽ നിന്റെ പേര് തങ്കപ്പൻ എന്നേ പറയുള്ളൂ. ഓക്കെ, നിനക്ക് ചായക്കടയാണ് കേട്ടോ. ചായക്കട നടത്തുന്ന തങ്കപ്പനാണ്. നീ എണീക്കുന്ന സമയത്ത് ഫുള്ള് നീ തങ്കപ്പനായിരിക്കും പേര്, തങ്കപ്പൻ എന്നായിരിക്കും പേരുണ്ടാവുക. ഓക്കെ അല്ലേ? ചായക്കട നടത്തുന്നതാണ്. ഓക്കെ, ചായക്കട നടത്തി വലിയൊരു ബിസിനസ്സുകാരനായി മാറിയിട്ടുണ്ട്. ഓക്കെ, അതിലൊരു ഇന്റർവ്യൂവിന് വന്നതാണ്. അപ്പോൾ നമ്മുടെ കൂടെ റാഫി സാറും ബാക്കി കാര്യക്കാരൊക്കെ ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ നീ ഭയങ്കര ഒരു ബിസിനസ് മൈൻഡ് ഉള്ള ഒരാളാണ്. അതുപോലെ തന്നെ ചായക്കട നടത്തിയിട്ട് ലോകത്ത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള വ്യക്തിത്വമാണ് കേട്ടോ. അപ്പൊ ഇതിനെക്കുറിച്ച് ഡൗട്ടോ ചോദിക്കുമ്പോൾ നീ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും ഇതിന്റെ കാര്യങ്ങളും നിന്റെ വളർച്ചയുടെ വലിയൊരു കാര്യങ്ങൾ. അതായത് നീ ചായക്കട നടത്തിയിട്ട് തങ്കപ്പൻ എന്നുള്ള വ്യക്തി ചായക്കട നടത്തിയിട്ട് ഭയങ്കര ഫേമസ് ആയിട്ട് ഇന്റർവ്യൂവിന് വന്നിരിക്കുകയാണ് കേട്ടോ. നീ എണീക്കുന്ന സമയത്ത് ഇന്റർവ്യൂ എടുക്കാൻ വന്ന ആളുകളായിരിക്കും. ഓക്കെ, ലൈഫിൽ എല്ലാവരും നിങ്ങൾക്ക് പരിചയമുണ്ട്. അപ്പൊ നീ നിന്റെ ചായക്കടയുടെ വിജയ രഹസ്യം എല്ലാവരോടും പറയാൻ വേണ്ടി പോവാണ് കേട്ടോ. തങ്കപ്പൻ എന്ന് പറയുന്ന ആളുടെ ആ വിജയ രഹസ്യം എല്ലാവരോടും പറയാൻ പോവാണ് കേട്ടോ. ഓക്കെ, തങ്കപ്പൻ എന്ന് പറഞ്ഞ ആളുടെ വിജയ രഹസ്യം എല്ലാവരോടും പറയാൻ വേണ്ടി പോവാണ് കേട്ടോ. നീ കണ്ണ് തുറക്കുന്ന സമയം നിന്റെ പേര് തങ്കപ്പൻ എന്നായിരിക്കും. ചായക്കട ആയിരിക്കും കേട്ടോ. നിനക്ക് ചായക്കടയിൽ ചായ വിറ്റ് വലിയ കോടീശ്വരനായ വ്യക്തി കൂടെയാണ് കേട്ടോ ഈ. ഓക്കെ അല്ലേ? ചായക്കട നടത്തിയിട്ട് വലിയ കോടീശ്വരനായുള്ള വ്യക്തിയാണ് കേട്ടോ. ഓക്കെ, റെഡി 1 2 3. ഞാൻ കാര്യം സത്യം പറഞ്ഞു, അനക്ക് ആ സ്ലീപ്പിന് എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടും ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? രസമല്ലേ? ഫുള്ള് ഫീലല്ലേ? ഓക്കെ, പിന്നെ അപ്പൊ നമ്മൾ പറഞ്ഞു തന്ന കാര്യം എന്താ വെച്ചാല് പേരെന്തേന്നു? തങ്കപ്പന് എന്തെങ്കിലും ജോലി എന്തേനു? ചായക്കട അല്ലേ? ഓക്കെ, ഒരു കാര്യം ചെയ്യും. ചായക്കട അല്ലേ? ഈ ചായക്കട എടുത്തിട്ട് ഭയങ്കര ഒരു എന്താ ഫേമസ് അല്ലേ ഈ ഫോണോ? കുഴപ്പമില്ല. ഓക്കെ, അത്യാവശ്യമില്ലല്ലോ. പിന്നെ അതായത് ഇവർക്ക് മനസ്സിലായില്ല ആളെ? മനസ്സിലായോ? അതായത് ആള് ഭയങ്കര ഫേമസ് ആണ്. നമ്മൾ കാണുന്ന പോലെ ഒന്നല്ല, ബിസിനസ്സിൽ ഭയങ്കര അല്ലേ? ഒന്ന് പറഞ്ഞു കൊടുക്കുക കാര്യങ്ങള്. വിജയരസം പറഞ്ഞു കൊടുത്താൽ മതി. രാവിലെ എത്ര മണിക്കാ കട തുറക്കുക? രാവിലെ നേരത്തെ തുറക്കും. ഒറ്റക്ക ചായ ഉണ്ടാക്കല് അത് വേറെ ആരും ഒപ്പം ഉണ്ടോ? കൊറേ വർഷമായി. അല്ല, ഞാൻ ചോദിക്കണത് ഇപ്പോ എത്ര ബ്രാഞ്ചിന്റെ മൊത്തം? ഒരുപാട് തന്നെ. കേരളത്തിൽ ഒറ്റക്കാണോ അതോ ഇന്ത്യയിലുണ്ടോ? ഒരുപാട്, കേരളത്തില് ഒരുപാട് ആൾക്കുണ്ട്. ഉണ്ടല്ലേ? ഓക്കെ. അറബ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടോ? പുറത്തുണ്ട്. എന്താ അറിയോ, ഇപ്പൊ ഇത്രയും ഈ ചെറിയ ചായക്കട വെച്ചിട്ട് ഇത്രയും ലോക പ്രശസ്തനായ മനുഷ്യനാണ്. മനസ്സിലാവുണ്ടോ? അപ്പൊ എന്റെ ഓരോ വാക്കുകളും ഇവർക്കൊക്കെ ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും. മനസ്സിലായോ? എന്റെ ഓരോ വാക്കുകളും പെരിന്തൽമണ്ണ ലുലുമാള് വരുന്നില്ലേ, അവിടെ എന്റെ ഒരു ഇത് തുടങ്ങുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞൊക്കെ ശരിയാ? കൊറേ ബ്രാഞ്ച് ഉണ്ട്, ഇനിയും കൊറേ തുടങ്ങുന്നുണ്ട്. ഓക്കെ. അല്ല, ഈ എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലോട്ട് വന്നത്? ഈ ഒരു ഫീൽഡിലോട്ട് എങ്ങനെ വന്നത് ഓർമ്മ ഉണ്ടോ? അതായത് ചായക്കടയിലോട്ട് വരാൻ കാരണം എന്താ? ഇഷ്ടപ്പെട്ട ജോലിയാണോ? ഇഷ്ടപ്പെട്ട ജോലിയാണോ? അത് ഇതിനോടത്തെ പോയിട്ടോ. ബാക്കിയുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഒരാൾ ചിന്തിക്കാത്തൊരു കാര്യമാണ് അല്ലേ? ഓക്കെ, ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും ദൈവം കണ്ടറിഞ്ഞ് അനുഗ്രഹിച്ചത്. കാരണം ഇത്രയും വലിയൊരു ബിസിനസ്മാൻ എന്ന് പറഞ്ഞാല് അല്ലേ, കൈപ്പുണ്യമുണ്ട്. അന്റെ ചായനെ കുറിച്ച് അഭിപ്രായം പറയാറുണ്ട് എല്ലാവരും? ആണല്ലേ? കടി എന്തൊക്കെയാ കൊടുക്കല് അവിടെ? ഒരുപാട് വെറൈറ്റീസ് ഉണ്ടാവും. അതായത് ചെറിയ കടികളാണോ അതോ ഹെവി ഫുഡുകളുണ്ടോ? ചെറിയ കടികൾ മുതൽ ഒരുപാട് വലിയ ഐറ്റംസ് വരെ ഉണ്ടാവും. ആണോ? ഇവിടെ ആരോ പറഞ്ഞിട്ടോ ഒരുപാട് മാനേജർമാരൊക്കെ ആണെങ്കിൽ പേഴ്സണൽ ആയിട്ട് തന്നെ ഉണ്ട് എന്നൊക്കെ. കുറെ കടകൾ നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ. എന്താണ് എനിക്ക് ഇവരോട് പറയാനുള്ളത്? അതിൽ എന്റെ കടയിലുള്ള ഐറ്റങ്ങളിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഐറ്റം ഏതാ? ഏറ്റവും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റം? അല്ല, ഇവിടെ അന്ന് എന്നോട് ചോദിച്ചപ്പോ ആരോ പറഞ്ഞെന്താ വെച്ചാല് പഴംപൊരിയും ബീഫും ഭയങ്കര ഫേമസ് ആണ് എന്റെ കടയിൽ പറഞ്ഞിട്ട്. അത് കഴിക്കാൻ വേണ്ടി ആഫ്രിക്കയിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് പറഞ്ഞു. ശരിയാണല്ലേ? ഓക്കെ, ഫ്ലൈറ്റ് ടിക്കറ്റിലല്ലേ? ഫ്ലൈറ്റ് എടുത്തിട്ടല്ലേ പറഞ്ഞേ? എന്തായാലും
വലിയ സന്തോഷം പരിചയപ്പെടാൻ പറ്റില്ല. കാരണം അത്രയും വലിയൊരു ബിസിനസ്സുകാരനെ നമ്മൾ പരിചയപ്പെടുക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊക്കെ അഭിമാനമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട്? എല്ലാവരും ചാടിക്കാൻ ചെല്ലണേ, കടയ്ക്ക് ചാടിക്കാൻ ചെല്ലണേ. ഏതാട്ടോ എവിടേക്കുള്ള ഇവിടെ അടുത്ത് ഇപ്പൊ തൂത് അടുത്ത് എവിടേക്ക് നിങ്ങളെ ബ്രാഞ്ചുള്ളത്? ഇവിടെ പെരുന്താവുന്ന ആ എന്താ പറഞ്ഞത്? താഴെക്കോടുണ്ടോ? അല്ല, അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം വിട്ടുപോയി. ലുലു മാളില് ചായയുടെ ആ. കൗണ്ടറിന് വേണ്ടിയിട്ട് ഇവർ എത്ര 50 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്നത് അത് ശരിയാ? ഞാനെങ്ങനെ അറിഞ്ഞതല്ലേ? ഞാൻ അറിഞ്ഞേ സീക്രട്ട് വലിയ വലിയ ആൾക്കാരുടെ രഹസ്യങ്ങളൊക്കെ നമ്മളെ അറിയില്ലേ? എത്ര 50 ലക്ഷം കൊടുത്തേ? ബിസിനസ് വളർത്താൻ തന്നെ ഇതന്നെ പരിപാടി. ഓക്കെ, എന്തായാലും വലിയ സന്തോഷം അല്ലേ? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, എന്നാൽ തിരിച്ചു പോകാലോ. ഓക്കെ, റെഡി, 1 2 2 2 2 3 സ്ലീപ്.